ഇരിക്കണത്? കൊള്ളാലേ ഇത്. ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി വെക്കാം. എനിക്ക് തോന്നുന്നു ഒരു സർപ്രൈസിന് എന്തോ ചെയ്ത് വെച്ചെന്ന്. നമുക്കെന്നാൽ ഈ സ്റ്റാച്ചുവിനോട്ടൊന്ന് നോക്കാം മുകളിൽ ചെന്നിട്ട്. എൻ്റെ പിന്നെ അശോ, ഞാൻ ഇവിടെ എത്തിയ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? അശോ, ഇതിന് എന്താ ചെയ്യാനുള്ള എന്ത് വഴി ഗൈസ്? എനിക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഗൈസ്. നമുക്ക് തൽക്കാലം ഇതിൽ കാണിച്ചേക്കണ പോലെ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ രക്ഷപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ട്. എന്താണ് ചെയ്യാനുള്ള? ഗ്രാൻഡ് പ വന്നെ എന്നെ പിടിക്കാൻ. എനിക്ക് പേടിയാവണ്. എൻ്റെ മേത്തില്ല സാധനം വെക്കുവേ. എന്ത് ചെയ്യും ഞാൻ? ടൈം ഔട്ട്. ഇതെന്ത് സെറ്റപ്പാണ് ഗൈസ്? അശോ, ഞാൻ താഴത്ത് വീണേ. എണീറ്റ് ഇതിലെ കൂടെയൊക്കെ ചേർന്ന. അശോ, അപ്പോൾ ഷിൻചാൻ ചേട്ടൻ പറഞ്ഞ വെറുതെ അല്ല. ഷിൻചാൻ ചേട്ടൻ്റെ അടുത്ത് സ്റ്റാച്ചു ഒരു ദിവസം വന്നെന്ന്. ചത്തേ. അശോ, പിന്നെയും ചത്തേ. പൈസ ഫാഗലാനെ കൊടുക്കാം. എന്താ പൊങ്ങാത്ത? പൊങ്ങി പൊങ്ങി പൊങ്ങി. ഇനിൻ്റെ അടിയിലോട്ട് പോവാം. സ്റ്റോറേജ് റൂം, ഈ റൂം, പിസ കാണിച്ചേക്കുന്ന വഴി പോവാം. അതാണ് നല്ലത്, സേഫ്റ്റി. നമ്മ മുകളിലെത്തി. ഇതെന്താണ് ഗൈസ്? കമ്പി പ്രസണ. എൻ്റെ പിന്നെ ഇപ്പം ചത്തേനെ. അവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലേ? അത് ഞാൻ അറിയില്ല. അവിടെ ഗ്യാപ്പില്ലായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി. അതെന്നെ വീഴ്ത്താൻ വേണ്ടി ലൂസാക്കി വെച്ചതായിരുന്നു കള്ളൻ. എന്നാലും നമ്മുടെ ഈ മെഷീനൊക്കെ നമ്മളെ പിടിപ്പിക്കാനടുത്ത് നമ്മൾ രക്ഷപ്പെടും. ഫോളോ ദ ബനാന പീൽസ്. അപ്പം ഇതിൽ മുട്ടാൻ പാടില്ല. എൻ്റെ ബനാന രക്ഷിക്കണേ, രക്ഷിക്കണേ. പക്ഷെ ബനാന പീൽസ് എന്ത്? കണ്ട് കണ്ട് കണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്ത് സാധനമാണ് കഴിച്ചത്? നമ്മളെ പിടിക്കാൻ വന്നത്. എന്നാലും എന്ത് പേടിപ്പെടുത്തേണ്ട സാധനമാണ് കഴിച്ചത്. ഏതെങ്ങോട്ടൊക്കെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം? എനിക്കറിയാൻ പാടില്ല. നമ്മൾ വന്ന് ന്യൂബ്സ്. അതെന്താണ് എനിക്കറിയില്ല ഗൈസ്. പക്ഷെ നമ്മൾ ഇതിലെ കൂടി രക്ഷപ്പെടണം. രക്ഷപ്പെട്ട് പോകണം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. 75 രൂപ കൊടുക്കണം. മെയിൻ്റനൻസ് ക്ലാസ് റൂം. ഇവിടെ നിന്ന് അമ്മ എങ്ങനെ ചാടി എത്തി. ഞാൻ വിചാരിച്ചെത്തൂലെന്ന്. ഇതിലെ കൂടി ഇത്തിരി ടഫ് സംഭവം ഉണ്ടോ ഗൈസ്? എൻ്റെ പിന്നെ ജമ്പിങ് പവർ നല്ലോണം വേണം. ഞാൻ പിന്നെ സ്പോർട്സിന് ഫസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ ടഫാണ് ഗൈസ്. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കണേ. ഇതെങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബുദ്ധി എനിക്കറിയാം. എൻ്റെ പിന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. പൈസ കിട്ടണ പൈസ മൊത്തം ഞാൻ കളക്ട് ചെയ്യും. അതാണ് ഷിൻചാൻ്റെ അനിയനായ പിഞ്ചാൻ്റെ കഴിവ്. ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്കൊന്നും കൂടി പോവാം. തിരിച്ചതാണല്ലേ ഇത്. ഇതെന്താണ് കഴിച്ച് ഞാൻ അടിയിലോട്ട് വീണ? നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഒന്നും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം ചത്തേ. ഇതെന്താണ് കഴിച്ച് ചത്തിട്ടൊന്നും ഞാൻ ചാവണില്ല. ഇത് കൊള്ളാലി സെറ്റപ്പ്. ഇവിടെ സ്ഥിരമാക്കിയാലേ. അപ്പം നമ്മൾ ഒന്നും കൂടി തിരിച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതാണ് നമ്മുടെ ടാസ്ക്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മൾ ആ സ്വിച്ചിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഇപ്പുറത്തെത്തി. അങ്ങനെ നമ്മൾ എസ്കേപ്പായി ഇത്രയും ദൂരം. ഞങ്ങളുടെ സ്കൂളിലത്തെ ജിമ്മാണ് കഴിച്ചത്. ഇതെന്ത് സെറ്റപ്പാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇവിടെ എന്താണ് പടമൊക്കെ? ഇവിടെ എത്തിയപ്പോൾ എൻ്റെ രൂപം മാറിപ്പോയിട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന? ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ ഗൈസ്. കണ്ട് ഞാൻ ചാടി പോവാം. എനിക്കാണെങ്കിൽ സ്പീഡ് വലിയ സാധനമൊന്നും കിട്ടും. എന്തൊന്നും കിട്ടൂല ഗൈസ്. ഇതെന്ത് സെറ്റപ്പാണ്? ചാടി കളിക്കും ഞാനാണ് പിഞ്ചാൻ. ലാവെങ്ങാനും വീണ പിന്നെ ചത്ത്. ഒരു പൊടി പോലും കാണൂല. ചത്തില്ലേ? അങ്ങനെ രക്ഷപ്പെട്ട്.
എന്തൊരു ടഫാണല്ലോ ഇത്. ഉയ് ഉയ് ചത്തേ, ഉയ് ചത്തേ ഉയ് ഉയ് ഉയ്. ഇവിടെ നമുക്ക് ഇത്ര സ്ഥലം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അറിഞ്ഞില്ല. ഉയ് 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 ഉയ്. അങ്ങനെ ചൂട്. ഉയ് ഞാൻ വിചാരിച്ചപ്പോ ചത്തന്നു. എന്ത് ടഫ് സെറ്റപ്പാണ് ഗൈസ്. അശോ പൈസ ഇതെനിക്കറിയാം. ആ പലക ഒടിയും നടക്കാത്തത്. ചാടി തന്നെ രക്ഷപ്പെട്ടേ. നമ്മ ഒറ്റത്തുനിന്ന് ഒറ്റ ചെമ്പിലെത്തിയാൽ ആവേലും മുട്ടാൻ പാടില്ല ഗൈസ്. എനിക്ക് മനസ്സിലായി. ഇതെന്താ സ്റ്റെപ്പ്? ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ സാധനം എന്താ കിട്ടാത്തത് എനിക്ക്? അതെന്തെങ്കിലും ആവട്ടെ ഗൈസ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ചാടി അങ്ങോട്ട് പോകാം. ഈ വഴിയൊന്നും മനസ്സിലാവാണില്ല. ചത്തേ. ഒന്നും കൂടി പോവാം. ഇതെന്താണ് ഗൈസ്? ആ സാധനം നമുക്ക് കിട്ടും. വന്നു ചാടാം. ഈ പിഞ്ചാനെടുത്ത് കളിച്ചാൽ കളി പഠിക്കും. ഈ പിഞ്ചാൻ ഒരു വട്ടം തെറ്റിയതാൽ പിന്നെ തെറ്റങ്ങോട്ട് ചെയ്യൂല. ഇതെന്താ കുഴിക്കാനാ? എൻ്റെ പിന്നെ റോബോട്ട് പിടിച്ച പല്ലൻ റോബോട്ട്. ആ പല്ലനുള്ള റോബോട്ട്. ഈ എക്സ് മാത്രമേ വെട്ടാവുള്ളൂ. നല്ല എക്സ് മാത്രം നമ്മൾ വെട്ടണം. എൻ്റെ പിന്നെ പല്ലൻ റോബോട്ട് പിന്നെയും പിടിച്ചേ. പല്ലുള്ള റോബോട്ട് പിടിക്കാൻ പാടില്ല ഗൈസ്. ഒറ്റ നെക്ക്. അങ്ങനെ പിഞ്ചെല്ലാം കണ്ടുപിടിച്ച്. ഗൈസ് ഇത് എന്തിനാണ് ഗൈസ് ഈ റോബോട്ടിനെ പിടിക്കാൻ വരുന്നത്? എനിക്കാണ് ഈ റോബോട്ടിനെ പേടിയാണ് ഗൈസ്. ഈ റോബോട്ടിനെ പിടിക്കുമ്പേ രക്ഷപ്പെട്ടേ. റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യണ്ട? അശോ റേസാണ്. 2 1 ഗോ. ഈ പിഞ്ചാൻ പണ്ടേ സ്പോർട്സിൽ ഫസ്റ്റാണ്. അതറിയില്ലേ സാറ് തോറ്റ്. ഈ പിഞ്ചാനെ ജയിക്കുള്ളൂ. പിഞ്ചാൻ ജയിക്കും. ഫസ്റ്റ് ഗോൾഡ് മെഡൽ പിഞ്ചാനുള്ളതാണ്. ഇതെന്ത് ടഫാണ് ഗൈസ്. ഇറ്റ് ഈസ് വെരി ടഫ് ഗൈസ്. വെരി ടഫ്. ജയിച്ച്. ഈ ഷിൻചാൻ ആരാന്ന വിചാരം. അങ്ങനെ ഈ പിഞ്ചാന്തരം കൊണ്ട് അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു. എന്ത് ലിവറാണ്? ഹായ് മൈൻക്രാഫ്റ്റ്. ഇത് കൊള്ളാലേ സെറ്റപ്പ്. സ്പീഡ് കുറവാന്ന് തോന്നുന്നു. ഇതെന്താണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വീണതാണ്? ഇതെങ്ങോട്ടാണ് കഴിച്ച് ഞാൻ പോണത്? അശോ തീ ഞാൻ ഇങ്ങനെ ഇവിടെ എത്തി. അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് താഴെ വീണ്. നമ്മ ഇതിലെ കൂടി വന്നതല്ലേ നടിയിൽ കൂടി. കൊള്ളാം എന്നാലും. ഇതിലെ കൂടി വിൻഡുണ്ട്. വിൻഡ് കാറ്റ് വരുന്നുണ്ട് കൈസ്. അതാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. ഇതേ കണ്ട കൈസ്. നമ്മി വെറുതെ ഇവിടെ നിന്നാലേ ഡിങ് എന്ന് പറയും താഴത്ത് വീഴും. ഇതെനിക്ക് മനസ്സിലായി. ഗ്ലാസ് പൊട്ടിക്കാനാ. ഇതെന്ത് സെറ്റപ്പാണ്? എന്താ ഗൈസ് റെഡ് കളർ? ഫൈൻഡ് എ ചെയർ. ഗൈസ് എന്താ ഇവിടെ കസേര കളിയാണ് ഗൈസ്. കസേര കളി. നമ്മൾ ചെയർ കണ്ടുപിടിക്കണം. നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ നീങ്ങി തന്നെ വയ്ക്കാം. കസേര കളി നീ തോറ്റടാ. തോറ്റ്. പിഞ്ചാൻ നോക്കുന്ന പേടി. പിഞ്ചാൻ അങ്ങനെ തോറ്റാലേ കസേര കളീൻ്റെ പേര് മാറ്റി കസ്കസ് കളി. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ചാടാൻ പറ്റുന്നില്ലല്ലോ. നമ്മളെ തോപ്പിച്ചവന്മാര് എന്ത് ചെയ്യും ഗൈസ്. ഈ കസേര കളി ഭയങ്കര ടഫാണ് ഗൈസ്. എനിക്ക് കസേര കളി ഞാൻ പണ്ട് തൊട്ടേ കളിക്കാറില്ല ഗൈസ്. എനിക്ക് കസേര കളി ഇഷ്ടമല്ല ഗൈസ്. ഞാൻ പണ്ട് തൊട്ടേ കളിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കയറി നിന്ന്. ഇത്തവണ ആ റെഡ് അവനാണ് കയറിയുന്നത് ഗൈസ്. എനിക്ക് വേണമെങ്കിൽ ടെൻഷൻ അവിടെ ഗൈസ്. ഞാൻ ഈ തോക്കുന്നു. അശോ തോറ്റ ഞാൻ ചത്ത്. മ്യൂസിക് നിൽക്കടാ. എടാ മ്യൂസിക്. ലാസ്റ്റ് റൗണ്ട്. The last dance of Pinjan.
പറ്റിയ? അങ്ങനെ പിഞ്ചാൻ ജയിച്ചിരിക്കുന്നു. ഇനി എങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്? ഇതെന്താണ് ഗൈസ്? വഴി എനിക്ക് മനസ്സിലാവണല്ലോ. ഗൈസ് ഇതെന്താണ് ഗൈസ്? എനിക്ക് എങ്ങോട്ടായി പോകണ്ടെന്ന് എനിക്കറിയില്ല. ഇതെന്താണ് ഗൈസ്? എങ്ങോട്ടാണ് ഈ പോകണ്ട? എന്നാലും ഈ കസേരയിലുള്ള പൈസയൊക്കെ എടുത്ത് ഞാൻ. നമ്മ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ല. നമുക്കെന്നാലും ഇങ്ങോട്ടൊന്ന് വെറുതെ വഴി പിന്നെ നമുക്ക് തെറ്റി. ഇതെന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഈ ഡോറിന് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ? പൊട്ട് ഡോറേ ഇല്ല ഗൈസ്, ഡോറിന് സെറ്റപ്പ് ഇല്ല. ഈ ടെസ്റ്റ് പിന്നെ നോക്കാം. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. ഈ റൗണ്ട് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? മസ്കുലർ ചെയേഴ്സ് സ്പീഡ് കോയിൽ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വല്ല വഴിയുണ്ടോ? ഇതാണ് വഴി, എക്സിറ്റ്. ഇതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ റീസ്പോൺസ് വെച്ച് നിൽക്കാം. നമുക്കിനി ഈ കസേര വെച്ച് ഇത് കസേര അല്ലല്ല, ഏണി വെച്ച് നമ്മൾ ചാടി. ഏണിച്ചാട്ടം. പക്ഷെ അതെന്ത് സെറ്റപ്പാണ് ഗൈസ്? ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചാടല് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് എന്നെ കൊന്നു. യൂട്യൂബ് കാണാറുണ്ടായിരുന്നു. വെറുതെ ഞാൻ യൂട്യൂബ് കണ്ട് പോലെ ചെയ്തിട്ടാണ് ഞാൻ വീണത്. ഇനി നമുക്ക് ഇവിടെ നിങ്ങളുടെ ചാടാം. ഒറ്റ ചാട്ടം ചാടി, അടുത്ത ചാട്ടം ചാടി, പിന്നെ അടുത്ത ചാട്ടം ചാടി. ചത്ത് പിഞ്ചാൻ ചത്തേ. എൻ്റെ ഈ തല എങ്ങനെയുണ്ട് ഗൈസ്? പുതിയ തലയാണ് ഗൈസ്. ഞാൻ ചത്തേ. എൻ്റെ വന്നോ, രക്ഷിക്കണേ. ഇനി അടുത്ത ചാട്ടം ചാടാൻ പോണാണ് ഞാൻ. ചത്തേ ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെയും വന്നു. ഇനി നമുക്ക് ഒന്നും കൂടി ചാടി അങ്ങനെ പോകാം. ഇത്തവണ നമ്മൾ ചാവോ ഗൈസ്? ചാവും. അതാണ് നമ്മുടെ കളി. ചത്തേ. ഈ കളി നമ്മൾ ജയിച്ചാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇത്തവണ നമ്മൾ ജയിച്ചതുകൊണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 100 രൂപ കൊടുത്ത് ഞാൻ ബസൂക്ക മേടിച്ചിട്ടുണ്ട്. ബസൂക്ക തോക്കും കൊണ്ട് ചുട്ടു ഒന്നും വീഡിയോ പോവാത്ത വീഡിയോ വെക്കാൻ കിട്ടണില്ല. എനിക്ക് വീഡിയോ വെക്കാൻ പറ്റാത്ത വീഡിയോ വെക്കാൻ പറ്റണല്ലോ ഗൈസ്. ഞാൻ എങ്ങനെ തോക്കെങ്ങനെ വീഡിയോ വെക്കണത്? തോക്ക് മാറ്റിയേക്കാൻ ചെറുതായിട്ട്. ഞാനങ്ങനെ വീഡിയോ വെച്ച് ഇവനെ കൊല്ലും. ഇവനെന്തിനാണ് എന്നെ വീഡിയോ വെക്കണത് ഗൈസ്? എന്നെ കൊല്ലാം എന്നെ ഇവൻ. നമ്മളെന്നാലും ചിലപ്പോൾ ചാവും. ഇവൻ ആ തലയിലോട്ട് അങ്ങോട്ട് വീഡിയോ വെക്കാം. ആ തലയിലോട്ട് അങ്ങോട്ട് വീഡിയോ വെക്കുമ്പോൾ അവൻ ചാത്തോളും. ഗൈസ്, നമ്മ അങ്ങനെ ഇടിയപ്പം കുഴക്കണവനെ കൊന്നു. ഇനി എന്താ സെറ്റപ്പ്? നമുക്ക് ചെക്ക് ചെയ്യാം. പൊട്ട് ഡോറ് പൊട്ട്. ഡോറ് പൊട്ടിയില്ലേ? ഇനി നമ്മ എങ്ങോട്ടാ പോകണ്ട? എനിക്കറിയാൻ പാടില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാലോ. എനിക്ക് നല്ല 2 തോക്ക് കിട്ടിയത് കൊള്ളാം. ഷിൻചാൻ വരുമ്പോൾ അങ്ങൊക്കെ ഷിൻചാൻ്റെ അടുത്ത് ഫ്രാങ്ക്ലിൻ്റെ അടുത്തും പോയി പറയാം, എനിക്ക് 2 കീഴിലും തോക്ക് കിട്ടിയെന്ന്. വീൽസ് ഓൺ ദ ബസ് ഈസ് റൗണ്ട് ആൻഡ് റൗണ്ട്. വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റും. വീൽസ് ഓൺ ദ ബസ് ഈസ് റൗണ്ട് ആൻഡ് റൗണ്ട്, റൗണ്ട് ആൻഡ് റൗണ്ട്, റൗണ്ട് ആൻഡ് റൗണ്ട്. വീൽസ് ഓൺ ദ ബസ് ഈസ് റൗണ്ട് ആൻഡ് റൗണ്ട്, റൗണ്ട് ആൻഡ് റൗണ്ട്. ഞാൻ ബസ്സൊക്കെ ഓടിക്കും ഗൈസ്. കണ്ട ഈ പിഞ്ചാന് ബസ്സൊക്കെ ഓടിക്കാനറിയാം. പിഞ്ചാനരാ മാൻ. ബസ് ഓടിച്ച് ഞാനങ്ങനെ
നമ്മുടെ സിറ്റിയിലോട്ട് എത്തണം. മഞ്ഞു ഇതെന്ത് പാടാണ് ഗൈസ് ബസ് ഓടിക്കാൻ. ഗൈസ് ഈ ബസ് ഞാൻ കഷ്ടപ്പെട്ട് ഓടിച്ച് നമ്മൾ സിറ്റിയിലോട്ട് എത്തണം. ഗൈസ് ഈ വണ്ടിക്കാണെങ്കിൽ ഒരു കൺട്രോളും ഇല്ല. പാട്ട ബസ്. ആക്സലറേറ്റർ കൊണ്ട് പറപ്പിച്ചു. ഇവിടെ ഒരു പീരങ്കിന് സ്വിച്ച് ഉണ്ടല്ലോ. ഈ സ്വിച്ച് ഞാൻ നെക്കി. 2 ബസ് കിട്ടിയ കൊള്ളാല. പുതിയ ബസ്. എനിക്ക് പുതിയ ബസ് കിട്ടി. ഡിങ്കടാങ്ക ഡിങ്കടിക്ക ഇതെനിക്കെന്താന്ന് മനസ്സിലായി. നമ്മ ട്രാമ്പോലിന് ചാടി നമ്മ അതിൻ്റെ മുകളിലെത്തണം. ഇതിലത്തെ നമ്മുടെ രൂപം കണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വേൾഡിലോട്ട് പോകും ഇതിലത്തെ രൂപത്തിൻ്റെ വഴി കയറുമ്പോൾ. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എങ്ങനെ സെറ്റപ്പ് എന്നൊക്കെ. ഈ പിഞ്ചാൻ എല്ലാം അറിയാം. അതാണ് ഈ പിഞ്ചാൻ്റെ കഴിവ്. ഇതെന്താ സെറ്റപ്പ്? നമ്മൾ ചെറുതായി പോയല്ല. അത് കൊള്ളാല ചെറുതായിട്ട്. ഡിങ് 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 ഡിങ്. വലുതായേക്കാം പിന്നെ പഴയ പോലെ. എൻ്റെ നോർമൽ സൈസായി. ജമ്പ്. ഇവൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ. 3, 2, 1 ജമ്പ്. എന്താ നമ്മൾ ചാവാത്തത്? 3, 2, 1 ജമ്പ്. അങ്ങനെ ഞാൻ നമ്മുടെ സിറ്റിയിലോട്ട് എത്തി. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയാം നമ്മി സിറ്റിയിലെത്തിയത്. അങ്ങനെ എൻ്റെ പ്രതിമ ഇവിടെ കഷ്ടപ്പാണ്ട് ബലം ഉണ്ടായെന്ന് പറയാൻ വന്നതുള്ളൂ. അപ്പം തന്നെ എൻ്റെ പ്രതിമ കാണാണ്ട്. ഫ്രാങ്ക്ലിൻ എൻ്റെ അടുത്ത് പറയാം എനിക്ക് ഈ തോക്ക് കിട്ടിയെന്ന്. ടോ എനിക്കങ്ങനെ തോക്ക് കിട്ടി. തോക്ക് കൊള്ളാല. ഈ സൂപ്പർ തോക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നു. എന്നാലും നമുക്കൊരു തോക്കെങ്കിലും കിട്ടിയില്ലേ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ടാ. ഒരു വണ്ടി കാണാനുള്ള. അന്നേരം നമുക്ക് നോക്കിയെടുക്കാം. ഗായ്സ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.